ഹലോ കൂട്ടുകാരെ, ഇത് ഞാനാണ് കേട്ടോ, ഫാൽക്കൺ. ഇന്നൊരു വെറൈറ്റി ഫിഷ് ആയിട്ടാണ് വന്നിട്ടോ. വെറൈറ്റി എന്നൊന്നും പറയാനില്ല, ഞങ്ങളെ നാട്ടിൽ ഇതിനെ കണമീൻ എന്നാണ് കേട്ടോ പറയാ, കണമീൻ. അപ്പോൾ ഇത് പലർക്കും ഇത് മുറിക്കാൻ അറിയില്ല, ഇത് എങ്ങനെയാണ് മുറിക്കുക എന്നൊക്കെ കേട്ടോ. അപ്പോൾ അത് എങ്ങനെയാണ് മുറിക്കുന്നതെന്ന് കാണിച്ചു തരാം. എല്ലാവരും ഇത് എന്താ ഇതിൻ്റെ തോലൊന്നും എടുക്കാതെയാണ് മുറിച്ച് കറി വെക്കുക, എന്നിട്ടൊരു രസമില്ല, ടേസ്റ്റ് ഇല്ല എന്നൊക്കെ പറയും കേട്ടോ. എങ്ങനെ കറി വെച്ചിട്ട് ഒരു രസമില്ല, ഒരു രുചിയുമില്ല, അതിനിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ പലരും പലതും ചോദിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് മുറിക്കുന്നത് കാണിച്ചു തരികയാണേ. കണ്ടോ, അതിൻ്റെ സൈഡൊക്കെ ചെത്തിയിട്ട് കണ്ടോ, ആദ്യം അതിൻ്റെ മുള്ളുകളൊക്കെ സൈഡ് ചെത്തിയിട്ട് താഴത്തുനിന്ന് മേലോട്ട് മുള്ളൊക്കെ ചെത്തിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. രണ്ട് സൈഡിലെ മുള്ള് നമ്മൾ വാലിൻ്റെ അവിടുന്ന് ചെത്തി ഒഴിവാക്കുക കേട്ടോ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് അറിയാത്തവർക്കൊരു ഉപകാരമാവുമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ അറിയുന്നവർ കളിയാക്കൊന്നും വേണ്ട കേട്ടോ. ഇത് എനിക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടോ വിചാരിച്ചിട്ട് ഞാൻ ഇട്ടതാണ്. അങ്ങോട്ട് തോല് വലിച്ചെടുക്കണുണ്ടോ, കണ്ടാ. ഇത് തോല് വലിച്ചെടുക്കുമ്പോൾ വിചാരിക്കും വല്ല മത്തിയോ വേറെ എന്തെങ്കിലും വാങ്ങി കറി വെച്ചാലോ എന്ന്. കാരണം അത്രയും കഷ്ടപ്പെടുന്നത് വലിച്ചെടുക്കണമെങ്കിൽ ഭ്രാന്ത് പിടിക്കും. ഈ തൊലി വലിച്ചെടുക്കാൻ നിൽക്കുമ്പോൾ ഭ്രാന്താവും. അപ്പോൾ ഇതുപോലെ വലിച്ചെടുത്തിട്ടാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ പച്ചക്കറി കറി വെച്ചാലും മതി, കാരണം ഇത് വലിച്ചെടുക്കണം ആലോചിച്ചിട്ടേ. അപ്പോൾ അതങ്ങനെ വലിച്ചെടുത്തിട്ട് ലാസ്റ്റായിട്ടാണ് വാല് മുറിക്കേണ്ടത്. കണ്ടോ, അപ്പം നീറ്റായി കിട്ടിയില്ലേ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അത് കറി വെച്ചാൽ. അല്ലാതെ നമ്മൾ ഈ തോലോട് കൂടി കറി വെച്ചാൽ എന്താണെന്നറിയോ, നമ്മൾ ഉപ്പ് മുളക് ഒന്നും ഇതിൽ പിടിക്കില്ല, ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അങ്ങനെ ആരെങ്കിലും വെച്ച് ചമ്മിയവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇങ്ങനെ തോല് തൊലിച്ചിട്ട് നല്ല സൂപ്പറാക്കിയിട്ട് കറി വെച്ച് നോക്കി, അല്ല ഉപ്പും പുളിയും മുളകും ഒക്കെ അതിൽ പിടിച്ച് നല്ല സെറ്റ് നല്ല അടിപൊളിയാവും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് പൊരിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും. പൊരിക്കാനാണെങ്കിൽ നമുക്ക് ഇതുപോലെ ചെറുതാക്കി അരി കേട്ടോ, ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് നല്ല സൂപ്പറായിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. ആർക്കെങ്കിലും ഈ മീൻ, ഇത് കണമീനാണ്, നിങ്ങളുടെ നാട്ടിൽ എന്താ പേരെന്ന് നമുക്കറിയില്ല. അങ്ങനെ ഈ കണമീന് വേറെ എന്തൊക്കെ പേരുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ വരഞ്ഞിട്ട് കൊടുക്കുക കേട്ടോ. പീസുമേൽ അത് വാലുമേൽ ഇങ്ങനെ വര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താങ്ക് യു.